ഗുഡ് മോർണിംഗ് ടു ഓൾ. എൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ഡിഡക്ഷൻസ് ഫ്രം സാലറീസ്. പ്രധാനമായിട്ടും 4 എണ്ണമാണുള്ളത്. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു PF, എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു ESI, പ്രൊഫഷണൽ ടാക്സ്, ഇൻകം ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ആദ്യത്തേതാണ് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു PF. The Employees Provident Fund Organization, abbreviated EPFO, is a statutory body of the Government of India under the Ministry of Labour and Employment. It is one of the largest social security organizations in India in terms of the number of covered beneficiaries and the volume of financial transactions undertaken. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് സോഷ്യൽ സെക്യൂരിറ്റി ഓർഗനൈസേഷനാണ് EPFO എന്ന് പറയാം. The Employees Provident Fund and Miscellaneous Provision Act 1952 comes into effect on 4 March 1952. 1952 മാർച്ച് 4-നാണ് ഈ ആക്ട് നിലവിൽ വരുന്നത്. ഫോളോയിങ് 3 schemes ആർ ഇൻ ഓപ്പറേഷൻ അണ്ടർ ദ ആക്ട്. പ്രധാനമായിട്ടും മൂന്ന് സ്കീംസാണ് ഈ ആക്ടിന് അണ്ടർ ദി ആക്ട്. അതിനടിയിൽ 3 എണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്നാമതാണ് ദ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് സ്കീം, രണ്ടാമതാണ് ദ എംപ്ലോയീസ് പെൻഷൻ സ്കീം, തേർഡ് വൺ ഈസ് എംപ്ലോയീസ് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം. ഫസ്റ്റ് വൺ ഈസ് ദ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് സ്കീം. In respect of establishment employing 2 or more persons, the employees and employer should separately contribute at least 12% of employees' salaries. എംപ്ലോയീസിൻ്റെ സാലറീസിൻ്റെ 12% അറ്റ്ലീസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ഈ ആക്ടിൻ്റെ ആക്ടിൽ. ദ എംപ്ലോയർ ഹാസ് ടു ഡിഡക്റ്റ് എംപ്ലോയീസ് ഷെയർ ഫ്രം ദെയർ സാലറീസ് ആൻഡ് പേ ദ സം ഇൻ EPF സ്കീം. രണ്ടാമതാണ് ദ എംപ്ലോയീസ് പെൻഷൻ സ്കീം. ഫ്രം ആൻഡ് ഔട്ട് ഓഫ് എംപ്ലോയീസ് ഷെയർ ഓഫ് പ്രൊവിഡൻറ്റ് ഫണ്ട് കോൺട്രിബ്യൂഷൻ 8.33% ഓഫ് ദ ടോട്ടൽ വേജസ്. ടോട്ടൽ വേജസിൻ്റെ 8.33% ആണ് എംപ്ലോയീസിൻ്റെ ഷെയർ ഓഫ് പ്രൊവിഡൻറ്റ് ഫണ്ട്. അതുപോലെ തന്നെ ദ സെൻട്രൽ ഗവൺമെൻറ് ഓൾസോ വുഡ് കോൺട്രിബ്യൂട്ട് അറ്റ് ദ റേറ്റ് ഓഫ് 6% ഓഫ് ടോട്ടൽ വേജസ്. ടോട്ടൽ വേജസിൻ്റെ 6% ആണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. മൂന്നാമതാണ് എംപ്ലോയീസ് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം. ദ പർപ്പസ് ഓഫ് ദ സ്കീം ഈസ് ടു പ്രൊവൈഡ് ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് ടു എംപ്ലോയീസ് who are already covered under the EPS. ഇതിൻ്റെ പ്രധാന പർപ്പസ് എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ് ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് ടു എംപ്ലോയീസിന് അവരുടെ ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് നൽകുക എന്നതാണ് ഇതിൻ്റെ പ്രധാന പർപ്പസ് എന്ന് പറയുന്നത്. ഇത് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് സ്കീം, ഇത് എംപ്ലോയീസ് പെൻഷൻ സ്കീം, എംപ്ലോയീസ് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം. രണ്ടാമതാണ് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു ESI. ദ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം ഓഫ് ദി ഇന്ത്യൻ ഗവൺമെൻറ് സാങ്ഷൻഡ് അണ്ടർ ദ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് എയിംസ് ടു അക്കംപ്ലിഷ് ദ ടാസ്ക് ഓഫ് പ്രൊട്ടക്റ്റിംഗ് എംപ്ലോയീസ് ആൻഡ് ദെയർ ഫാമിലി മെമ്പേഴ്സ്. ഇന്ത്യൻ ഗവൺമെൻറ് സാങ്ഷൻഡ് ചെയ്ത പ്രകാരം ഈ ഇൻഷുറൻസ് ആക്ട് എംപ്ലോയീസിനെയും അവരുടെ ഫാമിലി മെമ്പേഴ്സിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. This scheme covers all employees working in factories running on non-seasonal power that employ 20 or more persons. ഈ സ്കീം എംപ്ലോയീസിനെയും അതുപോലെ തന്നെ അവരുടെ ഫാക്ടറി റണ്ണിങ് സമയത്തും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ദോസ് വർക്കിംഗ് ഇൻ ഷോപ്സ്, ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ന്യൂസ് പേപ്പർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങളെന്ന് പറഞ്ഞാൽ ഷോപ്സ്, ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ന്യൂസ് പേപ്പർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്. മൂന്നാമത്തതാണ് പ്രൊഫഷണൽ ടാക്സ്. പ്രൊഫഷണൽ ടാക്സ് ഈസ് എ ടാക്സ് ലേവ്ഡ് ബൈ ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡീസ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഓൺ ദ ഇൻകം ഏൺഡ് ബൈ വേ ഓഫ് പ്രൊഫഷൻ, ട്രേഡ് ഓർ എംപ്ലോയ്മെൻറ്റ്. ദിസ് മാക്സിമം ലിമിറ്റ് ഓഫ് ടാക്സ് ഇൻ കേരള ഈസ് Rs 2500 per annum at present. മൂന്നാമതാണ് പ്രൊഫഷണൽ ടാക്സ്. പ്രൊഫഷണൽ ടാക്സ് ഇസ് എ ടാക്സ് ലീവ്ഡ് ബൈ ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡീസ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഓൺ ദ ഇൻകം ഏൺഡ് ബൈ വേ ഓഫ് പ്രൊഫഷൻ, ട്രേഡ് ഓർ എംപ്ലോയ്മെൻറ്റ്. ദ മാക്സിമം ലിമിറ്റ് ഓഫ് ടാക്സ് ഇൻ കേരള ഈസ് Rs 2500. മാക്സിമം ലിമിറ്റ് ഓഫ്
ടാക്സ് കേരളത്തിലെ മാക്സിമം ലിമിറ്റ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞാൽ 2500 Deduction of income tax at source. Section 192 of the IT Act 1961 provides that every person responsible for paying any income which is chargeable under the head salary shall deduct income tax on the estimated income of the assessees under the head salaries. The tax is required to be calculated at the average rate of income tax as computed on the basis of the rates in force. Section 192 പ്രകാരം provides that every person responsible for any income ഏത് തരത്തിലുള്ള ഇൻകം കൈമാറ്റം ചെയ്യുന്നതിൽ എല്ലാ പേഴ്സൺസും റെസ്പോൺസിബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ടാക്സ് ഈസ് റിക്വയർഡ് ടു ബി കാൽക്കുലേറ്റഡ് അറ്റ് ദ ആവറേജ് റേറ്റ് ഓഫ് ഇൻകം ടാക്സ് as computed on the basis of the rate of increase. ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓൺ ദ ബേസ് ഇൻകം ടാക്സ് as computed on the basis of the rates in force അടിസ്ഥാനത്തിലാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. Thank you.